ശബരിമല പോലുള്ള ബന്ധമുണ്ടോ? താങ്കളുടെ അഭിപ്രായം എന്താ? എന്തേ തന്ത്രിയെ സംരക്ഷിക്കാനുള്ള ചുമതല ഒന്നും ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ കൊണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്കാണ് ഓരോ പ്രതികളെയും സംരക്ഷിക്കേണ്ട ആവശ്യത. അതുകൊണ്ടാണ് നിങ്ങൾ പത്മകുമാറിനെ ഇപ്പോഴും പുറത്താക്കാത്തത്. ഇന്നത്തെ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഇല്ലേ? ഇല്ലേ എന്ന് അങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആവർത്തിക്കാൻ തയ്യാറാണില്ല. ഞാനത് ചോദിക്കരുതായിരുന്നു. ഞാൻ കേട്ടില്ല. ഇല്ല. കോൺഗ്രസ് പ്രതിനിധി ഇല്ല. സന്തോഷമായി. അതായത് ഇന്ന് മാതൃഭൂമി ചാനലിലെ ചർച്ചയിൽ പങ്കെടുക്കാൻ ഏതായാലും കോൺഗ്രസ് പ്രതിനിധിക്ക് സാധ്യമാകില്ല. അല്ല, ഞാൻ ക്ഷണിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു പാനലിലാണ് ഞാൻ ഈ ചർച്ച പ്ലാൻ ചെയ്തതും അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചതും. ഞാൻ ക്ഷണിച്ചിട്ടില്ല. അല്ല, ഒരു കാര്യം അത് പ്രേക്ഷകർ വിലയിരുത്തട്ടെ. ശ്രീ ആർ വി ബാബു ഒക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടാവേണ്ടതായിരുന്നു. കാരണം ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ച് നല്ലവണ്ണം ഉപയോഗിക്കുന്നവരാണല്ലോ കോൺഗ്രസിന്റെ ആളുകൾ. അതുകൊണ്ട് അതിന്റെ പ്രതിനിധി കൂടി ഈ ചർച്ചയിൽ ഉണ്ടാകേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ഇയാൾ ചില കാര്യങ്ങളിൽ അവർ മറുപടി പറയേണ്ട സാഹചര്യവുമുണ്ട്. മറുപടി പറയാതിരിക്കാൻ അവർക്ക് ഒരു അവസരം ഒരുക്കി കൊടുത്തതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ശരി, അവരുണ്ടാകേണ്ടതായിരുന്നു എന്ന അഭിപ്രായം എനിക്ക് ഈ ചർച്ചയുടെ ഭാഗമായിട്ടുണ്ട്. ഏതായാലും നമ്മൾ കാണേണ്ടത് ബന്ധപ്പെട്ട മധു ഒരു കാര്യം നമ്മളിങ്ങനെ ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ മധു ഇടപെട്ട എനിക്ക് സംസാരിക്കാൻ അല്പം ശബ്ദത്തിന്റെ പ്രശ്നം കൂടിയുണ്ട്. നിങ്ങൾ പറയുന്നത് എനിക്ക് വ്യക്തമായി കേൾക്കാൻ വേണ്ടി പറ്റുന്നു. എനിക്ക് തുടർന്ന് സംസാരിക്കാമെന്ന് കരുതുകയാണ്. ശ്രീ സജീഷ്, അങ്ങ് തുടരൂ. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാം? കേൾക്കാമെന്ന് കരുതുകയാണ്. ഞാൻ ഏതായാലും ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടാകണം എന്ന് ഞങ്ങൾ ഈ ചർച്ചയിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മാറ്റവും ഇല്ലല്ലോ. കുറെ അഭിപ്രായങ്ങൾ കോൺഗ്രസിന്റെ കൂടി കേൾക്കേണ്ടതായിരുന്നു. ഏതായാലും കോൺഗ്രസിന്റെ അഭിപ്രായം UDF ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലെല്ലാം ഉയർത്തിയ പല കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ മാറുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പേര് നമ്മൾ കേട്ടത് യഥാർത്ഥത്തിൽ ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമം ഗവൺമെന്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അത് പൊളിക്കാൻ വേണ്ടി വന്ന ഒരു UDFന്റെ ശബ്ദമായിട്ടാണ് യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നമ്മളെല്ലാം ആദ്യമായി കാണുന്നത്. 2004 തന്ത്രിയാണ് പോറ്റിയെ കൊണ്ടുവരുന്നത്. തന്ത്രിയുടെ ഉൾപ്പെടെ ശുപാർശയിലാണ് കർണാടകത്തിൽ നിന്ന് പോറ്റി വരുന്നത്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ആ പോറ്റി UDFന്റെ ഒരു നാവായിട്ട് ആ ഘട്ടത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായി അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെതിരായി നിൽക്കുന്ന ഒരു പ്രത്യേക പരിവേഷണത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് ആ പ്രസ്താവന ആദ്യം ഏറ്റെടുത്തത് UDFന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനായിരുന്നു. VD സതീശൻ ഗവൺമെന്റിനെയും അതുപോലെ തന്നെ ഈ വിഷയങ്ങളെ ആകെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി പോറ്റിക്ക് കട്ട സപ്പോർട്ടുമായി വന്നു. ഇങ്ങനെയുള്ളവരെ ഞങ്ങളുടെ കാലത്ത് പാര എന്നാണ് പറയുന്നത്. ആ പോറ്റിയെ പിന്നെ ഇപ്പോൾ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ കാണുന്നത് ഇപ്പോൾ Z കാറ്റഗറി സുരക്ഷിതത്വമുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിൽ 2 തവണ പോകാൻ വേണ്ടി കഴിയുന്നു. ആ 2 തവണ പോകുമ്പോൾ UDF കൺവീനർ കൂടെയുണ്ട്. UDFന്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശും അതുപോലെ തന്നെ ആന്റോ ആന്റണിയും അതുപോലെയുള്ള UDFന്റെ നേതാക്കന്മാരുണ്ട്. സോണിയാഗാന്ധിയെ കാണാൻ ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്ന പിന്നീട് ആയിരുന്ന YS രാജശേഖര റെഡ്ഡിക്ക് പോലും കാണാൻ കഴിയാത്ത ആളായിരുന്നു. അവിടെയാണ് 2 തവണ വീട്ടിലെത്തുകയും അതുപോലെ തന്നെ ചരട് കെട്ടിക്കൊടുക്കുകയും ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അവിടെ മറ്റൊരാളുടെ സാന്നിധ്യം കൂടിയുണ്ട്. ഇപ്പോൾ അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന ഗോവർദ്ധന്റെ സാന്നിധ്യം. ഈ അടിച്ചുമാറ്റിയ സ്വർണം ഈ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് അത് പ്രോസസ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ വാർത്തയിൽ പറയുന്നത് പോലെ പ്രോസസ് ചെയ്ത് വാങ്ങി അത് ഉപയോഗിച്ച ആളുടെ സാന്നിധ്യവും അവിടെ ഉണ്ടാകുന്നു. അപ്പൊ പുറകോട്ട് പോകുമ്പോഴുള്ള സാന്നിധ്യമെല്ലാം ഇതായിരുന്നു. ആ സാന്നിധ്യമെല്ലാം മറച്ചു വെച്ചുകൊണ്ട് പോറ്റിയെ കയറ്റിയത് ആരാണ്, ഗോവർദ്ധനെ കയറ്റിയത് ആരാണ് എന്നൊക്കെ ഇപ്പം മറുപടി പറയേണ്ടതുകൊണ്ട് അതൊന്നും പറയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അവർ മാറിയിട്ടുണ്ട്. അതൊരു മാതിരി തൈര് വർത്താനല്ലേ. ഇന്നലെയും ഇതേ ആരോപണങ്ങൾ CPMന്റെ പ്രതിനിധി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ടതില്ല. ഇന്നിപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഒരു വിവരമാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറത്ത് ഞാൻ കൃത്യമായി പറയുന്നു, 2009 തന്നെ
അവിടെ ഇത്തരത്തിലുള്ളൊരു കൊള്ള നടന്നിട്ടുണ്ടോ എന്ന കൃത്യമായ സംശയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ആധികാരികമായ വിവരങ്ങൾ പറയാൻ കഴിയുന്ന ആളുകളെയാണ് നമ്മൾ ഈ പാനലിലേക്ക് ക്ഷണിച്ചു വരുത്തി. കേട്ടല്ലോ. ശ്രീ ടി കെ രാജഗോപാലിനെയും ശ്രീ മഹേഷ് പണിക്കരെയും ഈ പാനലിലേക്ക് ഞാൻ അങ്ങനെയാണ് ഉൾപ്പെടുത്തുന്നത്. ഇപ്പോ CPM-ന്റെ പ്രതിനിധിക്ക് സർക്കാരിന്റെ വേർഷൻ പറയാൻ കഴിയും, ശ്രീ RV ബാബുവിന് അതിനെതിരെയും പറയാൻ കഴിയും. ആ നിലയ്ക്ക് പര്യാപ്തമായ ഒരു പാനലാണെന്ന് എന്നോട് ഇത് വേണ്ടായിരുന്നു. ഇനി അങ്ങ് ആ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞുവെങ്കിൽ 1998, 2009, 2019, 2025 അങ്ങ് ഈ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറത്ത് ഈ സമയങ്ങളിലെല്ലാം ഉത്തരവാദിത്തം ആർക്കായിരുന്നു എന്നത് അങ്ങയോട് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. പോറ്റി മാത്രമല്ലല്ലോ, പോറ്റിയുടെ കൂടെ ആ ഗോവർദ്ധനും ഉണ്ടല്ലോ. ഇവരെല്ലാം ഒരുമിച്ച് എങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉൾപ്പെടെ എത്തുന്നു എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. ആ മറുപടി പറയുന്നതിന് പകരം ഇവിടെ രാഷ്ട്രീയമായി ഇതിനെ വിശദീകരിക്കാനും ഇതിനെ വക്രീകരിക്കാനുമാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ചൂണ്ടിക്കാണിച്ചേ മതിയാകൂ. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. ഇവിടെ ഈ പറഞ്ഞ പോറ്റി വരുന്നത് തന്ത്രിയുമായി ബന്ധപ്പെട്ടാണ്. തന്ത്രിയാണ് പോറ്റിയെ കൊണ്ടുവരുന്നത്. തന്ത്രി കൊണ്ടുവന്ന പോറ്റി എന്ന് മാത്രമല്ല, തന്ത്രി ഈ ഗോവർദ്ധന്റെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതായത് ഇവിടെയെല്ലാം കോമണായി ഇങ്ങനെ ചില ആളുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ത് വിശാലമായ ചിന്താഗതി. സജീഷേ, നമ്മുടെ പ്രശ്നം എന്താണ്? സജീഷ്, ഇവിടെ ഒരു വലിയ കൊള്ള നടന്നിരിക്കുന്നു. അത് കോൺഗ്രസ് കൊള്ള ചെയ്തോ CPM കൊള്ള ചെയ്തോ എന്നുള്ളതല്ല പ്രശ്നം. വിശ്വാസികൾ വിശ്വാസപൂർവ്വം സമർപ്പിച്ച കാര്യങ്ങൾ, തന്ത്രി ശബരിമല പോലുള്ള തന്ത്രിക്ക് അതിൽ ബന്ധമുണ്ടോ? താങ്കളുടെ അഭിപ്രായം എന്താ? തന്ത്രിയാണെങ്കിൽ തന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സജീഷേ? ഞാനത് വളരെ വ്യക്തമായിട്ട് ആവർത്തിച്ച് പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. സജീഷേ ആണത്തത്തോടെ പറഞ്ഞിട്ടുണ്ട്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. എന്തേ തന്ത്രിയെ സംരക്ഷിക്കാനുള്ള ചുമതല ഒന്നും ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ കൊണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്കാണ് ഓരോ പ്രതികളെയും സംരക്ഷിക്കേണ്ട ആവശ്യത. അതുകൊണ്ടാണ് നിങ്ങൾ പത്മകുമാറിനെ ഇപ്പോഴും പുറത്താക്കാത്തത്. ഉദാരമായി SIT-യെ വിശ്വാസപൂർവ്വം എടുത്തിട്ടുണ്ടല്ലോ. ആ SIT കണ്ടെത്തിയ പ്രതിയല്ലേ പത്മകുമാർ? ആ SIT അറസ്റ്റ് ചെയ്ത് ജയിലടച്ചിരിക്കുകയല്ലേ പത്മകുമാറിനെ? എന്തേ പത്മകുമാറിനെതിരെ നിങ്ങൾ പാർട്ടി നടപടി എടുക്കുന്നില്ല? അപ്പൊ ഞങ്ങൾക്കാരെയും സംരക്ഷിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. എന്നിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2019 ആരോടും ചോദിക്കാതെ ഒരൊറ്റയാൾ പോലും കൂടെ പോവാതെ ഈ പാളികൾ കൊടുത്തുവിട്ടത്, ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തുവിട്ടത്, ഈ കട്ടിലപ്പാളികൾ കൊടുത്തുവിട്ടത് ഒരാൾ പോലും അകമ്പടി പോകാതെ, ഒരാൾ പോലും കൂടെ പോകാതെ പോകണ്ടെന്ന് തീരുമാനിച്ചത് ഏതെങ്കിലും മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞിട്ടാണോ? നിങ്ങളുടെ നേതാക്കന്മാരായിരുന്നില്ലേ ഈ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നേ? 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മെയിൽ അയച്ചു ഭരിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? പ്രശാന്ത് പറഞ്ഞത് എന്തായിരുന്നു? എനിക്ക് ഈ വ്യക്തി അറിയില്ലായിരുന്നില്ലേ? പച്ചക്കള്ളമല്ലേ വാസുവും പ്രശാന്തും ഈ കാലം വരെ പറഞ്ഞുകൊണ്ടിരുന്നത്? പച്ചക്കള്ളമല്ലേ? ഞാൻ ഇത് അറിഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് പത്മകുമാർ സ്വന്തം കയ്യക്ഷരത്തിൽ എഴുതിയല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സ്മാർട്ട് ക്രിയേഷനും സാധനം കൊടുത്തുവിടാൻ എഴുതി വെച്ചത്? നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നില്ലേ പത്മകുമാർ? ആ പത്മകുമാറിനെ നിങ്ങൾ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നില്ലേ പാർട്ടി തലത്തിൽ? എന്നിട്ട് സോണിയാഗാന്ധിയുടെ ഒപ്പം ഹൈന്ദവ ക്ഷേത്രത്തിൽ, ഹിന്ദു ക്ഷേത്രത്തിൽ ഇത്തരം കൊള്ള നടത്താൻ നിങ്ങൾ അത് അവസരമാക്കി എടുക്കുന്നു. നിങ്ങൾക്കിതെല്ലാം പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ആണ്. ഈ ക്ഷേത്രങ്ങളെ നിങ്ങൾ കൊള്ള സങ്കേതങ്ങളാക്കി മാറ്റി. സജീഷെ അറിയാമോ, 20 കോടി രൂപയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ദേവസ്വം ബോർഡിന് കൊടുക്കാനുണ്ടായിരുന്നത്. പക്ഷേ ദേവസ്വം ബോർഡിന് എല്ലാ പണം കൊടുത്തത് സർക്കാരിനാണ്. എവിടെ പോണു? എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ, ഭൂമി അന്യാധീനപ്പെടുത്തുന്നതിന്, തട്ടിയെടുക്കുന്നതിന് സർക്കാർ കൂട്ടുന്നില്ലേ? കിട്ടി, പലിശ സഹിതം കിട്ടി.